കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോലി തേടി ബാംഗ്ലൂരിൽ എത്തിയ മലയാളികൾ 2000 ആണ്ടിൻ്റെ തുടക്കത്തിൽ തങ്ങൾക്ക് പാർക്കാൻ കണ്ടെത്തിയ പുതിയൊരു പ്രദേശമായിരുന്നു സർജാപുര. തന്നോടൊപ്പം മലയാളി സംസ്കാരത്തെയും പെട്ടിയിലാക്കി വണ്ടി കയറിയെത്തിയ മലയാളികൾ ചെറിയ ചെറിയ കൂട്ടായ്മകളിലൂടെ മലയാണ്മയെ തങ്ങളിൽ നിന്നും വരും തലമുറകളിലേക്ക് പകർന്നു നൽകുവാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. ആ ചെറിയ കൂട്ടായ്മകളെല്ലാം ചേർത്തു നിർത്തി 2017 സർജാപുര മലയാളി സമാജം രൂപം കൊണ്ടു. ഒരു മനുഷ്യൻ തൻ്റെ അടുത്ത തലമുറയ്ക്ക് ആദ്യം പകർന്നു കൊടുക്കുന്നത് അവൻ്റെ മാതൃഭാഷയെ ആണ്. 2017 ജൂണിൽ മനോഹരമായ പ്രവേശനോത്സവത്തിൻ്റെ അകമ്പടിയോടുകൂടി സമാജം ആദ്യമായി മലയാളം ക്ലാസുകൾ ആരംഭിച്ചു. പിന്നീട് കന്നഡ, സംഗീത, നൃത്ത ക്ലാസുകളും തുടങ്ങി. ഒക്ടോബറിൽ സമാജം ഓണാഘോഷത്തിൻ്റെ അകമ്പടിയോടുകൂടി ഒഫീഷ്യൽ ലോഞ്ച് നടത്തി. അന്ന് ശ്രീ ഋഷിരാജ് സിംഗ് വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത ചടങ്ങിലെ മുഖ്യ ഇനം ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും മക്കളും നടത്തിയ തായമ്പകയായിരുന്നു. 2018 തുടക്കത്തിൽ സമാജത്തിലെ കുട്ടികളെ കേരളത്തിലെ തനതായ കളികൾ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ഓലപ്പിപ്പി സംഘടിപ്പിച്ചു. SMRIയും അശോക് സമവും നേതൃത്വം നൽകിയ ഓലപ്പിപ്പിയിലൂടെ നമ്മുടെ കുട്ടികളെ കേരളത്തിൻ്റെ 80-90 കാലഘട്ടത്തിലെ ബാല്യകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതോടൊപ്പം തെങ്ങോല കൊണ്ടുള്ള വിവിധ കലാസൃഷ്ടികളെ അവർക്ക് പരിചയപ്പെടുത്തുവാനും സാധിച്ചു. ഏപ്രിൽ മെയ് മാസങ്ങളിലെ വേനൽ അവധിക്ക് ശേഷം 2018 പ്രവേശനോത്സവത്തിൻ്റെ സമാജം അതിൻ്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. സമാജത്തിലെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അവരുടെ സാഹിത്യാഭിരുചിക്കും കലാപ്രവർത്തനങ്ങൾക്കും ഊർജം പകരുവാനും പരിപോഷിപ്പിക്കുവാനും വേണ്ടി സർജാപുര മലയാളി സമാജം സാഹിത്യ കൂട്ടായ്മയായ തട്ടകത്തിന് രൂപം നൽകി. 2018 ജൂൺ 24 മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ഗാനരചയിതാവും കവിയുമായ S. രമേശൻ നായരും പ്രമുഖ നാടൻ കലാഗവേഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ ശ്രീ R.C. കരിപ്പത്തും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 2018 പ്രളയം കേരളത്തെ ഒന്നാകെ ബാധിച്ചപ്പോൾ സമാജവും ആശ്വാസമായി എത്തി. ഏകദേശം 30 ടൺ സാധനങ്ങൾ 2 ട്രക്കുകളിലായി കേരളത്തിൽ എത്തിച്ചു പ്രളയബാധിതർക്ക് നേരിട്ട് വിതരണം നടത്തുവാൻ നമുക്ക് സാധിച്ചു. ിലെ കേരളപ്പിറവി ദിനത്തിൽ സമാജത്തിലെ കുട്ടികൾക്കായി ഒരു ദിവസം നീണ്ടുനിന്ന നാടൻ പാട്ടുകളരി സംഘടിപ്പിച്ചു. ആടിയും പാടിയും കുട്ടികൾ ഈ ദിനം വളരെ ഉത്സാഹത്തോടെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. ഒരു സംഘടന ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ വിവിധങ്ങളായ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. 2018 നവംബർ മാസം നടത്തിയ ബ്ലാങ്കറ്റ് വിതരണം അതിലൊന്നു മാത്രമായിരുന്നു. ശ്രീ രമേശ് പിഷാരടിയും ശ്രീ മനോജ് ജോർജും ചേർന്ന് ഡിസംബർ മാസത്തിൽ നടത്തിയ സംഗീത ഹാസ്യസന്ധ്യയിലൂടെ സമാജം സ്വരുക്കൂട്ടിയ തുക പോളിയോ ബാധിച്ച് അശരണരായ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സംഘടനകൾക്ക് കൈമാറി. 2019 പ്രവേശനോത്സവത്തോടെ ആരംഭിച്ച പ്രവർത്തനങ്ങൾ ആദ്യ 2 വർഷത്തെ പ്രവർത്തനങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് സമാജം അശരണർക്ക് കൈത്താങ്ങായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കേരളത്തിൽ ഒരു വീട് നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പിന്നീട് ആനുവൽ സ്പോർട്സ് മീറ്റും തുടർന്ന് പൂവിളി 19 എന്ന പേരിൽ ഓണാഘോഷവും നടത്തി. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിവിധ സ്ത്രീരത്നങ്ങളെ ആദരിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ചടങ്ങുകൾ ആരംഭിച്ചത്. കുട്ടികൾക്കുള്ള കളിമുറ്റം വൺ ഡേ ക്യാമ്പും 2019 സംഘടിപ്പിച്ചു.
അതോടൊപ്പം കേരളത്തിലെ സ്കൂളുകളുമായി സഹകരിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് അവരുടെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായി ടിവികൾ വിതരണം ചെയ്തു. 2020 കോവിഡിൻ്റെ വരവോടുകൂടി സംഘടനാ പ്രവർത്തനങ്ങൾ ഓൺലൈൻ മോഡിലേക്ക് മാറി. ഓൺലൈൻ മത്സരങ്ങളിലൂടെ കൂട്ടായ്മയെ ഒന്നിച്ചു നിർത്താൻ സംഘടന ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പ്രളയ കോവിഡ് പ്രതിസന്ധികളെ തരണം ചെയ്ത് 2020 സമാജം വീടിൻ്റെ താക്കോൽ കൈമാറി. അതോടൊപ്പം ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായി 2ാം ഘട്ടം എന്ന നിലയിൽ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ കൈമാറി. 2021 ഓണവും ഓൺലൈനായിട്ടായിരുന്നു ആഘോഷിച്ചത്. (2022) കോവിഡിന് ശേഷം പൂർവാധികം ഭംഗിയായി ചിങ്ങനിലാവ് എന്ന പേരിൽ ഓണാഘോഷവും വാർഷികാഘോഷവും നടത്തി. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 200ഓളം പേർ ഓൺലൈനായി പഠിച്ചെടുത്ത് അവതരിപ്പിച്ച മെഗാ തിരുവാതിരയായിരുന്നു അന്നത്തെ മുഖ്യ ഇനം. അന്ന് വൈകിട്ട് കുഞ്ഞാട് പൊലിക അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ അന്നത്തെ സായം സന്ധ്യയെ പുളകിതമാക്കി. (2023) നമ്മുടെ സമാജത്തിന് നോർക്കയുടെ അംഗീകാരം ലഭിച്ചു. വാർഷിക കായിക പരിപാടിയും ഫെബ്രുവരിയിൽ ഡിവൈൻസ് സ്കൂളിൽ വെച്ച് നടത്തി. നൃത്യതരംഗ എന്ന പേരിൽ ഓഗസ്റ്റിൽ ബാംഗ്ലൂർ മേഖലാ തലത്തിൽ ഡാൻസ് ഫെസ്റ്റിവൽ നടത്തി. ഇത് നമ്മുടെ സമാജത്തിൻ്റെ പേരും പെരുമയും വാനോളമുയർത്തുന്നതായിരുന്നു. അന്നുതന്നെ വൈകുന്നേരം ചൈത്രം രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഹാസ്യ കലാസന്ധ്യ സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ നിന്നും ലഭിച്ച വരുമാനവും അതിനെ തുടർന്ന് സമാജം അംഗങ്ങൾ നൽകിയ തുകയും ചൈത്രം രാജേഷിൻ്റെ ചികിത്സാ നിധിയിലേക്ക് കൈമാറി. കേരളത്തിൻ്റെ ആവേശം തൃശ്ശൂർ പൂരമാണെങ്കിൽ ഇങ്ങിവിടെ സർജാപുരയുടെ പൂരം നമ്മുടെ സമാജത്തിൻ്റെ സർജാപൂരം ആയി മാറി. അങ്ങനെ 2023 സമാജം ഓണാഘോഷത്തിനും വാർഷികാഘോഷത്തിനും സർജാപൂരം എന്ന ആശയം അതുപോലെ നാമധേയവും ആദ്യമായി അവതരിപ്പിച്ചു. മാതൃഭൂമിയുമായി ചേർന്ന് സമാജം ബാംഗ്ലൂർ മൈസൂർ മേഖലാ തലത്തിൽ സംഘടിപ്പിച്ച തിരുവാതിര മത്സരത്തിൽ 25ലധികം ടീമുകൾ പങ്കെടുത്തു. സർജാപൂരത്തിൻ്റെ ഭാഗമായി കേരളത്തിന് പുറത്ത് ആദ്യമായി ആറന്മുള വള്ളസദ്യ 2000-ലധികം പേർ ആസ്വദിച്ചു. ഇത് നമ്മുടെ സമാജത്തിൻ്റെ യശസ് വാനോളമുയർത്തിയ പരിപാടിയായിരുന്നു. 2023 ഓണാഘോഷ പരിപാടിയുടെ 1ാം ദിവസം രാത്രി നമ്മുടെ സർജാപുര മലയാളി സമാജം സാഹിത്യ കൂട്ടായ്മയായ തട്ടകത്തിലെ കലാകാരന്മാർ ഒരുക്കിയ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം ചക്കപ്പൂല് ഏറെ പ്രശംസനീയമായിരുന്നു. ശ്രീ പ്രകാശൻ കരുവള്ളൂരിൻ്റെ രചനയിൽ പ്രിയേഷ് RC സംവിധാനം ചെയ്തു.
വനിതാ ദിനത്തിൽ നടത്തിയ 5K മാരത്തോൺ സമാജം അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. തുടർന്ന് വൈകുന്നേരം ആനുവൽ സ്പോർട്സ് മീറ്റും നടന്നു. SMRIയുടെ നേതൃത്വത്തിൽ അതിജീവനത്തിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയ കിഡ്സ് ക്യാമ്പ് വളരെ ശ്രദ്ധയാകർഷിച്ചു. ഏറെ രസകരവും അറിവ് പകർന്നു നൽകുന്നതുമായിരുന്നു അന്നത്തെ ദിവസം. ജീവകാരുണ്യ സംരംഭങ്ങളിലൂടെ സർജാപുര മലയാളി സമാജം എല്ലായ്പ്പോഴും മാതൃകയാണ്. പ്രളയ ദുരിതാശ്വാസമായാലും മാതൃ ഫൗണ്ടേഷൻ സഹായമായാലും പുതപ്പ് വിതരണമായാലും എല്ലാം വ്യത്യസ്തമായി ചെയ്തു. ഇതൊക്കെ സമാജം അംഗങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ സമാജം ചെയ്യുന്ന മറ്റൊരു പുണ്യപ്രവൃത്തിയാണ് നിർധരരായ പെൺകുട്ടികൾക്കുള്ള പഠന ധനസഹായം. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു.